ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെണ്ണയുടെ തൈരാണ്. തൈര് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ മാറി കിട്ടും കേട്ടോ. അരപ്പിലേക്ക് ആവശ്യമായ തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, കാന്താരി മുളക്, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഈ തൈരും പിന്നെ അരപ്പും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അടുപ്പത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് വന്നതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി വാങ്ങിയതിന് ശേഷം അതിലേക്ക് വേണ്ട വറവ് റെഡിയാക്കിയെടുക്കാം. കടുക്, ഉലുവ എന്നിവ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള മോരുകറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ എളുപ്പമാർഗ്ഗമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ വെക്കുന്നവരും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോസസ്സ് ആദ്യം ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. കടുക് മൂപ്പിച്ച് തേങ്ങ അരച്ചതെല്ലാം കൂടിയിട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് തൈരൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇത് ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. കപ്പളങ്ങ തോരനും മാങ്ങാ ചമ്മന്തിയും വെള്ളരിച്ചോറും അതിൻ്റെ കൂടെ ഈ മോര് കറിയും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിലോ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.